നമ്മളെ സമസ്തയെയും നമ്മളുടെ ആദർശങ്ങളെയും കളിയാക്കുന്നവർ, അതിന് പരിഹസിക്കുന്നവർ, അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന് പറയുന്നവരെ ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമസ്തക്ക് വേണ്ടി ഭയങ്കര വാചാലനായി വാതോരാതെ പ്രസംഗിച്ചവർക്ക് പലരും ഇന്ന് ആ രംഗത്ത് കാണുന്നില്ല. പലരും സമസ്തയുടെ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവസാന പ്രസംഗകന്മാരൊക്കെ ഇപ്പോൾ ആദ്യം പ്രസംഗിച്ചാലും കേൾക്കാൻ ആളില്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉലമാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി, അത് നമ്മൾ മുബ്തദീങ്ങളോട് വെറുക്കുക എന്നാണ്. കണ്ടാൽ വർത്താനം പറയുക എന്നതിലുപരി എല്ലാവരോടും നല്ലോണം കഴിയണം. ഇവർ ഇങ്ങനെ സത്യം, സ്വാതന്ത്ര്യം, സമത്വം എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ അങ്ങനെ നിൽക്കണമെങ്കിൽ റസൂലും സഹാബത്തും മക്കയിൽ വെച്ച് ചെയ്യേണ്ടിയിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവർ മരിച്ചാലും അത് ചെയ്തില്ല. സഹാബക്കൾ അവരോട് സന്ധിയായില്ല. നമ്മളെന്തിനാണ് നമ്മളെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർ കഴിഞ്ഞു പോയവരൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? എന്തെങ്കിലും വിഷമമുണ്ടായോ? അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നമ്മളുടെ ഈമാനിൽ ഉറച്ചു നിന്നാൽ അത് നമ്മൾ കാണേണ്ടതുപോലെ കാണണം. മറ്റുള്ളവരോട് വർത്താനം പറയേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അവരുടെ ആരാധനാ ചടങ്ങുകളിലും അതേപോലെ തന്നെ മുബ്തദീങ്ങൾ, ഞാനീ പറഞ്ഞതിൽ നിന്ന് ശൈഖുന വിവരിച്ചിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുബ്തദീങ്ങളും ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിലല്ലെന്ന് മുജാഹിദീങ്ങളോട് അതേപോലെ മറ്റുള്ളവരോടൊക്കെ ചങ്ങാത്തം കെട്ടിയിട്ട് അവരുടെ ആശയങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരുടെ അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങൾ പോലും ആദരിച്ച് ബഹുമാനിച്ച് ജനസമക്ഷം സമർപ്പിക്കുന്ന ഒരു പരിപാടി ഒരിക്കലും നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളത് പിന്നെ പറയാതിരുന്നാൽ, അതേപോലെ നമ്മളത് മനസ്സിലാക്കാതിരുന്നാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ സമസ്തക്കാർ ആരെയും പേടിക്കുന്നതില്ല. നമ്മളിപ്പോൾ ചിലരൊക്കെ ഇവിടെ സമസ്തയിൽ ഉറച്ചു നിൽക്കുന്നവരെ ദർസിൽ നിന്നും കോളേജിൽ നിന്നെല്ലാം പുറത്താക്കുന്നുണ്ട്. അത് നമ്മൾ ഷെയ്ഖുനാക്ക് വേണ്ടിയിട്ട് സഹിക്കുക. ഷെയ്ഖുനാനെ പുറത്താക്കിയില്ലേ? ഷെയ്ഖുനാക്ക് എന്തേ പറ്റിയോ? അതൊരു ഞാനത് ആക്ഷേപിക്കുന്നില്ല. ഇങ്ങനെയുള്ള മുതലാളിമാരുണ്ട്. ഇപ്പോഴും അവരുടെ പിന്തലമുറക്കാരായ ചില മുതലാളിമാർ ഇവിടെ നമ്മളെ പണ്ഡിതന്മാരെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണിത്. നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങളെ നാട് കടത്തിയാലും ഞങ്ങളുടെ ആശയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് പറയാൻ നാം ധൈര്യം കാണിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഇപ്പൊ പേടിയാണ്. അവരൊക്കെ പുറത്ത് പറയുന്നില്ല. എന്താ പുറത്ത് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ നമ്മളെ പുറത്താക്കും എന്നുള്ളത് ആരാണ് ഈ കമ്മിറ്റിക്കാർ? നിങ്ങൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഉമറാക്കൾക്ക് ഭയപ്പെടണം. പക്ഷെ ആരാ ഉമറാക്കൾ? വെള്ളയും എടുത്തതുകൊണ്ട് ഉമറാവുമോ? ഉമറാണെങ്കിൽ ഒരു ദീനീ ബോധവും അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ഭയവും 5 നേരത്തെ നിസ്കാരവും അനാചാരങ്ങളും അനാവശ്യങ്ങളും ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നവരാവണ്ടേ ഉമറാ? അങ്ങനെയുള്ള ഉമറായിനല്ലേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഉമറാച്ചന്മാരൊന്നും ആരും ഇത് ചെയ്യൂല. ഇവരെ ചെയ്യുന്നത് നമ്മുടെ ദീനിയായ സംഗതിയേക്കാൾ ഭൗതികമായ, നമ്മുടെ ജമാഅത്തിന്റെ സംഗതികളെക്കാൾ പാർട്ടിന്റെ കാര്യം. നമ്മളെ പറ്റി ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കലുണ്ട്. നമ്മൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നില്ല. പറയുന്നവർ അങ്ങനെ ബഹുമാനിക്കാറില്ല. നമ്മളൊക്കെ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരാണ്. ഈ വിനീതന ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയും. നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും എൻ്റെ അഭിപ്രായം. ഈ വിനീതനായി എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, 4 ഏറ്റവും മഹാത്മാക്കളായ സയ്യിദന്മാരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചവനാണ് ഞാൻ. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ, നവ്വറല്ലാഹു മർക്കദഹു, പൂക്കോയത്തങ്ങളല്ലേ ഇവരുടെയൊക്കെ പിതാവ്. പൂക്കോയത്തങ്ങൾ, ഞാൻ പട്ടിക്കാട് കോളേജിൽ നിന്ന് 72-ൽ ബിരുദമെടുത്ത് നമ്മളെ ഇവരിക്കാൻ പറയാണ് മറ്റുള്ളവരിതാക്കാൻ. ഞാനൊരിക്കൽ ഒരിടത്തു നിന്ന് പ്രസംഗിച്ചു. ഞാൻ ഉലമാഇന്റെ മഹത്വം പറഞ്ഞു, ആലിമീങ്ങളുടെ മഹത്വം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഫ്ളലു മാ സിവല്ലാഹ് അൽ ഇൽം, അള്ളാഹിനെ കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണെന്ന് പറഞ്ഞു. അത് ഞാൻ തെളിവ് സഹിതം ഗസാലി ഇമാമിന്റെ റിബാറത്തൊക്കെ പറഞ്ഞു. ആലിമീങ്ങൾ മുത്ലഖൻ അഫ്ളലി ആലിമാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം മറ്റേ ആളാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ പ്രസംഗിച്ചത് അഹ്ലു ബൈത്തിന്റെ ഫളായിലാണ് എന്ന് വിചാരിച്ച് പറഞ്ഞാൽ കേൾപ്പിക്കാർ തോന്നും നമ്മൾ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നില്ല എന്ന്. മുത്ലഖൻ അഫ്ളലായതിനെ പറഞ്ഞപ്പോൾ മുഖയ്യദായത് അഫ്ളൽ അല്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. മുത്ലഖൻ അഫ്ളൽ ഇൽമാണ്, ആലിമീങ്ങളാണ്. അഫ്ളലു മാ സിവല്ലാഹ് അൽ ആലിം എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മിൻഹാജുൽ ആബിദീന്റെ ഗസാലി ഇമാമിന്റെ ചെറിയ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരാണ് ആലിമീങ്ങൾ. ബഹുമാനം കൂടിപ്പോയി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ആലിമീങ്ങൾക്ക്. ഞാൻ പട്ടിക്കാട് നിന്ന് 72-ൽ പിരിഞ്ഞു. 73-ൽ ഞാൻ മട്ടന്നൂർ മുദരിസായി. മട്ടന്നൂരടുത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളാണ് ഉദ്ഘാടനം.
ഞാനും കുട്ടികളൊക്കെ പോയി അവിടെ അങ്ങനെ സ്റ്റേജിൽ മുദരിസായതുകൊണ്ട് എൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ ഇരുത്തി. അങ്ങനെ തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളി ആയതുകൊണ്ട് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. പള്ളി എടുത്താൽ പോരാ, നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു വയത് പോലെ ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് കൈനീട്ടി തന്നു. പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ, വലിയ ഭാഗ്യം. ഞാൻ ആ കൈപിടിച്ച് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെ തോന്നി എന്നോട് എന്തോ ഒരു സ്നേഹം കണ്ടതുകൊണ്ട് കൈ നീട്ടിയതാണ്. ഞാൻ ആ കൈപിടിച്ച് ദൂരെ ചുംബിച്ചു. എനിക്ക് അവർ ഒരു ഹൈർ കൊണ്ട് ദ്വാരുന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സ്റ്റേജിലൊക്കെ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ശോഭിക്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ വഫാത്താവുമ്പോഴും ഞാൻ വളരെ വിദൂരമായൊരു സ്ഥലത്താണ്. ഞാനിതറിഞ്ഞപ്പോൾ ഞാനും കുറേ ആൾക്കാരും പാണക്കാട്ടേക്ക് പോയി. പാണക്കാട്ടെത്തിയപ്പോൾ നമ്മുടെ സുന്നി മഹലിൽ നിൽക്കുന്ന ആ സെൻറ്ററിലാണ് ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, ഭയങ്കര ജനക്കൂട്ടാണ്. അങ്ങനെ ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒരുവിധം അവിടെ എത്തുമ്പോഴേക്കും പള്ളിയിലുള്ള നിസ്കാരം കഴിഞ്ഞു പോയിരിക്കുന്നു. ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് ഖബർ അടക്കം ചെയ്തിട്ട് അവിടെ ഖബർ പുറത്ത് ഒരു വലിയ ജമാഅത്ത്, അവരൊക്കെ പിടിച്ച് എന്നെ ഇമാമാക്കി. ഞാൻ അതിന് ഇമാമത്ത് നിന്ന് അത് ഞാൻ മനസ്സിലാക്കി, പാണക്കാട് തങ്ങൾ ആ പൊരുത്താണ് എനിക്കിവിടെ ഇമാമത്ത് കിട്ടാൻ കഴിഞ്ഞത് എന്ന്. അപ്പോൾ അന്നു മുതലേ ബഹുമാനിക്കുന്നവരാണ്. അതിൻ്റെ ശേഷം നമ്മുടെ അറബി ദാറുസലാം അറബി കോളേജിൽ വലിയ സയ്യിദായിരുന്നു, 10-18 കൊല്ലം മൂപ്പരായിരുന്നു പ്രസിഡന്റ് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ. എന്നോട് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ അവരുടെ സെക്രട്ടറിയായി. ഞാൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ ആദരവും ബഹുമാനവും എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞു. പിന്നീട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, 10-12 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയായി ഞാൻ. അവരോട് വളരെ അടുത്ത് പെരുമാറി വലിയ ബഹുമാനിച്ചു. അതൊക്കെ അതോടുകൂടെ ആ പാണക്കാട് തങ്ങളുടെ മഹത്വമാർന്ന ആ പരമ്പര, ഏറ്റവും പരിശുദ്ധമായ പരമ്പര, ആ പരമ്പരയുള്ളപ്പോഴൊക്കെ ഞങ്ങൾ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ഇപ്പോഴും ആദരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു രഹസ്യം, പറയാൻ പറ്റാത്ത രഹസ്യമാണെങ്കിലും ഇന്നത്തെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ, കോളേജിൽ ഓഫീസിലിരുന്ന് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ഞാൻ ആദ്യം ഇലാ ഹദ്റത്തി നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലാ ഹദ്റത്തി ശൈഖിനാ ശംസുൽ ഉലമാ വൈലാ ഹദ്റത്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാദി ലിംസി, അവിടെ കോഴിക്കോട്ടെ മഹാനായ ഷെയ്ഖ്, അവിടുത്തെ നമ്മളുടെ കോളേജിൻ്റെ കീഴിലുള്ള അപ്പവാണി നേർച്ച നടത്തുന്ന. പിന്നെ വൈലാ ഹദ്റത്തി അസ്സയ്യിദ് അഹ്മദ് പൂക്കോയ തങ്ങൾ, വൈലാ ഹദ്റത്തി സയ്യിദ് ഉമർ ബാബഖി, വൈലാ ഹദ്റത്തി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, വൈലാ ഹദ്റത്തി സയ്യിദ് ഹൈദർ അലി ശിഹാബ്. ഇവർക്ക് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കാത്ത ഒരു ദിവസവും ഞാനവിടെ ഇല്ലെങ്കിൽ വൈക്കുന്നെങ്കിലും ചൊല്ലും. അങ്ങനെയുള്ള ഒരു ദിവസം എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ശരിയായ അഹ്ലുൽ ബൈത്ത് ആരാണോ അവരെ നമ്മൾ ആദരിക്കണം. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല. മഹാന്മാരായ പണ്ടുള്ള അഹ്ലുൽ ബൈത്തൊക്കെ നമുക്ക് മാതൃക കാണിച്ചത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒപ്പം അണപ്പല്ല് കൊണ്ട് കടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ സമസ്ത എന്ന് പറയുന്നുവോ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നുവോ അത് 100% പാലിച്ചവരാണ് അവർ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇന്നത്തെ ഈ അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ബഹുമാനപ്പെട്ട സമസ്തയെയും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെയും എല്ലാറ്റിനേക്കാളും ഉപരി ബഹുമാനിക്കുന്ന തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും കഴിഞ്ഞ കാല ഒരു ജീവിത രീതി ഇനിയും അല്ലാഹു തആല നമ്മൾക്ക് തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സമസ്തയുടെയും ശംസുൽ ഉലമയുടെയും മക്കളാക്കി ജീവിച്ച് അതിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധരായി ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഉമറാക്കൾക്ക് ഭയപ്പെടണം. പക്ഷെ ആരാ ഉമറാക്കൾ? വെള്ളയും എടുത്തതുകൊണ്ട് ഉമറാവോ? ഉമറാണെങ്കിൽ ഒരു ദീനീ ബോധവും അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ഭയവും 5 നേരത്തെ നിസ്കാരവും അനാചാരങ്ങളും അനാവശ്യങ്ങളും ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നവരാവണ്ടേ ഉമറാ? അങ്ങനെയുള്ള ഉമറായിനല്ലേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഉമറാച്ചന്മാരൊന്നും ആരും ഇത് ചെയ്യൂല. ഇവരെ ചെയ്യുന്നത് നമ്മുടെ ദീനിയായ സംഗതിയേക്കാൾ ഭൗതികമായ, നമ്മുടെ ജമാഅത്തിന്റെ സംഗതികളെക്കാൾ പാർട്ടിന്റെ കാര്യം.